എങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്? ജീവിത ദൗത്യത്തെക്കുറിച്ച് അവർക്ക് ക്ലാസ് എടുക്കുക. ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മദ്രസിൽ പഠിപ്പിച്ചതിനെ സപ്പോർട്ട് ചെയ്യുക. നാളെ സ്കൂളില്ല, ഇന്നും സ്കൂളില്ല, എന്നാ നമുക്ക് വിരുന്ന് പോകാന്ന് പറയരുത്. കുട്ടി ചോദിക്കും, അപ്പൊ നാളെ മദ്രസല്ലേ? മദ്രസല്ലേ? ഉമ്മ വളരെ നിസ്സാരം, മദ്രസ അത് പോട്ടെ. മദ്രസയിൽ നിന്ന് എല്ലാവിധ വിദ്യാഭ്യാസവും ആ കുട്ടിയുടെ പ്രായവും പരിധി അനുസരിച്ച് ലഭ്യമാവുന്നുണ്ട്. അതൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ വീടകങ്ങളിൽ സംവിധാനങ്ങളില്ല. കുട്ടികൾ ഗൈബിലായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ മദ്രസയിൽ എത്തുമ്പോഴത്തിന് സ്കൂളിൽ 5ഉം 6ഉം എത്തുമ്പോഴേക്ക് SSLC വരാണ്ട് എന്നും പറഞ്ഞിട്ട് മദ്രസ നിർത്തുകയാണ്. കുട്ടി 7ാം ക്ലാസ്സിലൊക്കെ അബദ്ധത്തിലെത്തിയ SSLC എന്ന് പറഞ്ഞ് പിന്നെ മദ്രസിന്റെ പരിപാടിയായില്ല. ഈ 7ാം ക്ലാസ്സിൽ നിന്ന് SSLCയെ പേടിച്ച് മദ്രസ നിർത്തിയ കുട്ടി 3 വർഷം 4 വർഷവും ഫുൾ ടൈം SSLCക്ക് പ്രിപ്പയർ ചെയ്യണോ? അല്ല, ഓൻ സിനിമ കാണുന്നുണ്ട്, ഇഷ്ടം പോലെ ഗെയിം കളിക്കുന്നുണ്ട്, വിരുന്ന് പോകുന്നുണ്ട്, പന്ത് കളിക്കുന്നുണ്ട്, കടന്നുറങ്ങുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. പക്ഷെ മദ്രസ നിർത്തി. എന്തേ കാര്യം? അല്ലോ SSLC വരല്ലേ എന്ന്. ഒരൊറ്റ മണിക്കൂർ മദ്രസയിൽ ഉസ്താദിന്റെ മുമ്പ് കുട്ടി ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ SSLC കാലത്ത് വല്ലാത്ത ടാസ്ക് ഒന്നും കൊടുക്കൂല. കുട്ടിയെ പരിഗണിച്ച ഉസ്താദന്മാരവിടെ നിർത്തുക. ആ ഒരു ഖുർആനോത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ദീന് പഠിക്കുന്ന ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കുട്ടി SSLCയിൽ അപ്രതീക്ഷിതമായി ഫുൾ A+ വാങ്ങി വിജയിക്കുമായിരുന്നു. പക്ഷെ അതിന് നമുക്ക് മനസ്സ് വരുന്നില്ല. എന്നിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുക. ഓടിക്കൊണ്ടിരിക്കണ പെണ്ണിനെ കാണുമ്പോൾ, ചാടിപ്പോണ പെണ്ണിനെ കാണുമ്പോൾ, ആൺകുട്ടിനെയും കൂട്ടി വീട്ടിലേക്ക് കയറി വന്നിട്ട് എനിക്കിനി പെണ്ണൊന്നും തരയണ്ട, ഞാനും ഇവനും തമ്മിൽ ഗേ വിവാഹം നടത്തി ജീവിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സ്വന്തം മകനെ കാണുമ്പോൾ, സഹോദരനെ കാണുമ്പോൾ അന്താളിച്ച് നിൽക്കുക നമ്മൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം. സൂറത്തു ആൽ ഇംറാന്റെ 185-ാമത്തെ വചനം ഞാൻ തുടങ്ങി വെച്ചു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണം സ്വീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഫഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ. അവർക്ക് പ്രതിഫലം കിട്ടുന്നത് ഖിയാമ നാളിലാണ്. വമൻ സുഹ്സിയ അനിൻ നാർ. അന്ന് ആരാണ് നരകത്തിൽ നിന്ന് ദൂരെയാവുന്നത്? വഉദ്ഖിലൽ ജന്ന. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുമാകുന്നത്. ഫഖദ് ഫാസ്. അവരാണ് വിജയിച്ചവർ. ഇതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം. വമൻ സുഹ്സിയ അനിൻ നാർ. ആര് നരകത്തിൽ നിന്ന് ദൂരെയായി, വഉദ്ഖിലൽ ജന്ന. സ്വർഗ്ഗത്തിൽ കയറാനുമായി. ഫഖദ് ഫാസ്. അവരാണ് വിജയിച്ചവർ. അവരാണ് വിജയിച്ചവർ. വല്ലാത്ത ആഡംബരത്തിൽ കൂടരുത്, അലങ്കാരത്തിൽ തന്നെ ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി മാത്രമായി നമ്മുടെ സമയം കളയരുത്. ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കണം. ഒരു 50 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ 40 ദിവസം കൂടുമ്പോഴേക്ക് ഖത്ം തീർക്കാൻ കഴിയണം. ദുഹ മുടങ്ങാതെ നിർവഹിക്കണം. തഹജ്ജുദ് വേണം. നമ്മളൊക്കെ റമദാൻ മാസത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. അത് തഹജ്ജുദിന് വേണ്ടിയല്ല, ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ഇപ്പൊ ആർക്കും എണീക്കാൻ പറ്റണില്ല. റമദാനിൽ അപ്പം എണീറ്റില്ലെങ്കിലേ അത്താഴം പോയി പോകും. അപ്പൊ 10 മണിയാകുമ്പത്തിന് ഇങ്ങനെ വിശപ്പ് വരും. അള്ളാനെ പേടിച്ചവരങ്ങനല്ല. സൂറത്ത് സജദയിൽ ആ സുജൂദിന്റെ ആയത്ത് കഴിഞ്ഞ് സുജൂദ് കഴിഞ്ഞിട്ട് എണീറ്റാ നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിനെ ഓർത്തവർ ഉറങ്ങുന്നിടത്തുന്നവരുടെ ശരീരത്തെ പൊക്കും. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ. ബെഡിൽ നിന്ന് അവർ എഴുന്നേൽക്കും. ഖൗഫൻ വതമഅൻ യദഊന റബ്ബഹും. അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിൽ വലിയ പ്രതീക്ഷയുണ്ട്. എന്നാലോ നന്നായിട്ട് ഭയമുണ്ട്. എന്ത് സംഭവിക്കും നമുക്കറിയില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തി ഖുർആൻ അങ്ങനെയാണ് പറയണത്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, റഹിമല്ലാഹു റഅൻ. ഒരു മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം രാത്രി എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഭാര്യയെ കുലിക്ക് വിളിക്കുന്നു. അവളിങ്ങനെ പുതപ്പൊക്കെ ശരിയാക്കി ഉറങ്ങാൻ പിന്നെയും തീരുമാനിക്കുമ്പോൾ ഇത്തിരി വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്തേക്ക് തളിക്കുന്നു. അവൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഈ മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പുണ്യപ്പൂമാൻ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ദുആ ചെയ്യാണ്. സ്ത്രീകളെയും അവിടുന്ന് പരിഗണിച്ചു. റഹിമല്ലാഹു റഅതൻ. ഒരു സ്ത്രീയെ റബ്ബ് തആല അനുഗ്രഹിക്കട്ടെ. അവരെഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഭർത്താവിനെ കുലുക്കി വിളിച്ച് നിസ്കരിപ്പിക്കുന്നു. എഴുന്നേൽക്കാൻ പറ്റാതെ മൂപ്പരിങ്ങനെ തിരിഞ്ഞു കിടക്കുമ്പോൾ ഇത്തിരി വെള്ളം കൊണ്ടുവന്ന് മുഖത്തേക്ക് തെളിക്കുന്നു.
ഭാര്യ എന്നത് ചെയ്താൽ ദേഷ്യപ്പെടരുത്. അള്ളാന്റെ റസൂൽ നൽകിയ സമ്മതാണ്. അതിനപ്പുറം ഒരാളുടെ സമ്മതവും അവർക്ക് ആവശ്യമേ ഇല്ല. അള്ളാന്റെ റസൂൽ സമ്മതം കൊടുത്തതാണ്. ആ കുടുംബത്തെ റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നത് ലോകത്തിന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ പ്രയാസം ഉണ്ടാവില്ല, അവിടെ വിഷമം ഉണ്ടാവില്ല, അവിടെ ദാരിദ്ര്യം വരൂല. രോഗം വന്ന് മക്കളെയും കൊണ്ട് പീഡിയാട്രിക് ഡോക്ടറെ കാണാൻ ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വരൂല. കിട്ടണ കാശൊക്കെയും ആശുപത്രികളിൽ കയറി നൽകേണ്ടി വരൂല. കാരുണ്യം കൊണ്ട് ദുആ ചെയ്യുന്നത് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ എഴുന്നേൽക്കും. ഇത് കണ്ട് നമ്മുടെ മക്കൾ വളരണം. നബി മുഹമ്മദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കാനാ കൂടുതൽ ശ്രേഷ്ഠം എന്നുള്ളതിന് ഒരു കാരണം പറയുന്നത് ഇതാണ്. മക്കൾക്ക് പഠിയാൻ, വീട്ടിലുള്ളവർക്കൊക്കെ പരിചയപ്പെടാൻ ഒരു കാരണം. വേറെ കുറെ കാരണങ്ങൾ. അപ്പൊ പള്ളിക്ക് കൊണ്ട് മൂപ്പര് എന്തൊക്കെ നിസ്കരിക്കണമെന്ന് മക്കൾക്കൊന്നും അറിയില്ല. അപ്പൊ ഫർള് അവിടെ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരിക. അവിടുന്ന് ആവണം സുന്നത്ത് നിസ്കരിക്കേണ്ടത്. അപ്പൊ മക്കൾക്ക് പഠി ഇങ്ങനെ ഒരു നിസ്കാരമുണ്ട്. ഗെയിമിലായി സമയം തുളക്കുന്നവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. കുടുംബ ബന്ധം പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് വാപ്പയുടെ സഹോദരൻ എന്ന് പഠിപ്പിക്കണം. വാപ്പയുടെ പെങ്ങൾ ആരാന്ന് പഠിപ്പിക്കണം. സാമൂഹിക ബന്ധം ഉണ്ടാക്കണം. വെറും ചോക്ലേറ്റ് ബേബികളായി മക്കളെ വളർത്താൻ വിടരുത്. മണ്ണിലേക്ക് ഇറക്കണം. കളിക്കാൻ പറയണം, ഓടാൻ പറയണം. കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളിൽ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടാവണം. ചെറിയ ചെറിയ സംഘടനകളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാവണം. എന്നിട്ട് അവരത് സോൾവ് ചെയ്ത് പഠിക്കണം. ഓടുന്നതിനിടയിൽ വീണ് മുട്ടുപൊട്ടണം. ജീവിതത്തിൽ അങ്ങനെയുള്ള ചില പരിപരിത്ത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതൊന്നുമില്ല, കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്കൂൾ ബസ്സിൽ വെക്കണ്, അവിടെ അവർ കൊണ്ടുപോയി ഇറക്കണ്, ഇങ്ങോട്ട് തന്നെ വരുന്നു, പിന്നെയും വരുന്നു, വീട്ടിൽ കയറുന്നു, ടിവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, അല്ലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുന്നു. ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ വിഷമം ഉണ്ടെങ്കിൽ ജീവിതത്തോട് നേരിടാൻ കഴിയില്ല. ആത്മഹത്യ അവർ മുന്നിലാണ് അവർ. കാരണം ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് അറിയില്ല. മണ്ണിലൂടെ ഓടണം, കൂട്ടുകാരോടൊപ്പം കളിക്കണം, ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണം. ആ പ്രശ്നം സോൾവ് ചെയ്ത് അവർക്ക് പരിചയം നേടണം. പെൺകുട്ടികൾക്ക് പാവ മേടിച്ചു കൊടുക്കണം. എങ്ങനെയാണ് കുട്ടിനെ വളർത്തേണ്ടത് എന്ന് ആ പാവയ്ക്ക് പാട്ടുപാടിയിട്ട് അവർക്ക് പഠിക്കാനാകണം. നീന്തൽ പഠിപ്പിക്കണം. മറ്റ് കായിക വിനോദങ്ങളിലൊക്കെ മക്കളെ എപ്പോഴും എനർജറ്റിക് ആക്കണം. ഒരു ഫോണും അതിന് നെറ്റും കിട്ടിക്കഴിഞ്ഞാൽ എത്ര സമയം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെ അവർ ജീവിക്കുന്നുള്ള പുതിയ കാല ട്രെൻഡിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണം. സക്കർബർഗിന് ഒന്നുകൂടെ ഞാൻ ഉദ്ധരിക്കാം. അദ്ദേഹത്തിന്റെ മകൾ മാക്സിമക്ക് 13 വയസ്സ്. ഇതുവരെയും ഒരു ഫോണും അയാൾ നൽകിയിട്ടില്ല എന്നാണ്. നമ്മളെ മൊത്തം ഫോണിൽ കെട്ടിയിട്ട മനുഷ്യനാണ്. സക്കർബർഗിന് അറിയാത്തവരുണ്ടാവില്ല. യൂട്യൂബിന്റെ ആശാൻ. അവരുടേത് തന്നെയാണ് ട്വിറ്റർ, അവരുടെ തന്നെയാണ് മറ്റു പലതും. സ്വന്തം മകൾ മാക്സിമക്ക് 13 വയസ്സ് വരെയും ഒരു സ്വിച്ച് ഫോണും കൂടി അയാൾ കൊടുത്തിട്ടില്ല. ലോകത്തുള്ള സർവ്വ മനുഷ്യരും അതിൽ തന്നെ ജീവിക്കട്ടെ, പക്ഷെ എന്റെ മോൾക്ക് അത് കൊടുത്തുകൂടാന്ന് അയാൾക്കറിയാം. തന്നെ പോലെ ലോകത്തെ മൊത്തം പറ്റിക്കാൻ പറ്റുന്ന ബുദ്ധി വൈഭവത്തിലേക്ക് എൻ്റെ മോൾ വളരണമെങ്കിൽ അവൾക്ക് ഈ ഫോൺ കൊടുത്തുകൂടാന്ന് അയാൾക്കറിയാം. നമ്മൾ 3 മാസം പോലും ആവാത്ത കുട്ടിക്ക് ഫോണാ. ചോറെടുക്കണമെങ്കിൽ ഫോണ്, ഉമ്മയ്ക്ക് അലക്കാൻ പോണെങ്കിൽ ഫോണ്, കുട്ടി ഉറങ്ങണമെങ്കിൽ ഫോണ്, ഓരോന്നിനും ഫോണ്. നല്ല ഉഷാറിൽ ബിരിയാണിയും മറ്റും വെക്കുന്ന ആളുകളാണ് നിങ്ങൾ. തലശ്ശേരി ദം ബിരിയാണി എന്നാ ഞങ്ങളവിടൊക്കെ പറയല്ലോ. ആ ബിരിയാണി ഇതുവരെ വെക്കണേന് യാതൊരു തകരാറുമില്ല. പക്ഷെ ഇനി വെക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കിച്ചണിൽ കയറിയിട്ട് 1 മണിക്കൂർ കാണണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നാണല്ലോ. ആ 1 മണിക്കൂറിനെ കുറിച്ച് റബ്ബ് നമ്മളോട് ചോദിക്കും. സമയം കളയുന്നത്, ആഡംബരം, ഡ്രസ്സിലുണ്ടാകുന്ന ഇസ്ലാം വിരുദ്ധതകൾ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പാടുന്നതുമായ ഗാനങ്ങൾ, അതിൻ്റെ നൈതികതകൾ, കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. നരകത്തിൽ നിന്ന് ആര് മോചിതരാകുന്നു, ആര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ, അവർ മാത്രമാണ് വിജയിച്ചവർ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്ത് ഏതാണ്? സൂറത്ത് അൽ ബഖറയുടെ 251-ാമത്തെ വചനം. എന്തിനെ കുറിച്ചാ പറയുന്നത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്
ഒരു ദിവസം നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം, ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസത്തിൽ നിങ്ങളെ റബ്ബിലേക്ക് മടക്കപ്പെടും. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. 500-ലേറെ കണ്ടെത്തൽ നടത്തിയ തോമസ് ആൽവാ എഡിസൺ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു 4 കൊല്ലം ദീർഘിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും അത് സാധ്യമല്ല. പുണ്യപൂമാൻ മുഹമ്മദുർ റസൂലുള്ളാഹി 63 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. 63 വയസ്സ് മാത്രം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ 63-ലാണ് വഫാത്താകുന്നത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജറ 150-ൽ ജനിക്കുന്നു, 204-ൽ വഫാത്താകുന്നു. 54 വർഷം കൃത്യം. ഇമാമുന നവവി രണ്ടാമുന ശാഫിഈ 42-43 വർഷമാണ് ജീവിച്ചത്. 50 ആയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ തന്നതാണെന്ന് മനസ്സിലാക്കണം. പിന്നെയും തള്ളും മറിയിട്ട് കൂടരുത്. പാപ്പയും ഉമ്മയും ഓരോരുടെ ഫോണും ഇട്ട് ഇങ്ങനെ കടപ്പറയിൽ പോകരുത്. കണ്ട് അങ്ങനെ ഉറങ്ങിപ്പോകരുത്. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണില്ല, ബന്ധങ്ങളില്ല, ആത്മാർത്ഥമായ സ്നേഹമോ ഇഷ്ടമോ ഇല്ല. രണ്ടാളും അവരുടേതായ ഫോണിൽ എൻഗേജ് ആണ്. വയലിന് കാളം കിട്ടിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടന്നുറങ്ങാണ്. ഇതല്ല ജീവിതം. ഇതല്ല മതം മുന്നോട്ട് വെക്കുന്ന ജീവിത രീതി. നമുക്കൊരു ആത്മാവുണ്ട്, അതിനെ സംസ്കരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമാർഗം. അതുകൊണ്ട് ഖുർആനിലെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്ന ആയത്ത് പോലും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുന്നത്. തലശ്ശേരിയാണ് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധനായ മാപ്പിളപ്പാട്ടുകാരൻ എരഞ്ഞോളി മൂസാക്കയുടെ നാടിനടുത്ത് കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. കേരളത്തെ മൊത്തം കരയിപ്പിച്ച പാട്ട് പാടിയയാൾ. ആ ഒരു യാത്ര എന്നെ തോടി വരുമെന്ന് ഞാൻ ആലോചിക്കുക. ഓരോരുത്തരെയും തേടി വരുമെന്ന് ഓരോരുത്തരും ആലോചിക്കുക. പോണ്ടി വരും, മക്കള് കരഞ്ഞാലും ഭാര്യ വിഷമിച്ചാലും. ഷംസുദ്ദീൻ മുബാറക്കിന്റെ പുസ്തകമുണ്ട്, ആത്മാവിന്റെ പര്യന്തരങ്ങൾ. മരിച്ചതിന് ശേഷം ആത്മാവിന് സംഭവിക്കണ ഓരോന്ന് ആ ആത്മാവ് സ്വപ്നം കാണുന്നത് ചിത്രീകരിക്കുന്ന പുസ്തകമാണത്. കഴിഞ്ഞ ഡിസംബറിൽ ഷാർജയ്ക്ക് ബുക്ക് ഫെയറിന് പോയപ്പോൾ അതിന്റെ മനോഹരമായ ഒരു ആവിഷ്കാരത്തിന്റെ അറബി ഞാൻ കണ്ടു. ഓരോ ദിവസവും എന്ത് സംഭവിക്കുന്നു. കുലുക്കി വിളിക്കാണ് ഭാര്യ, എഴുന്നേൽക്കാൻ പറ്റണില്ല. ബേജാറ് പിടിച്ചിട്ടോളം ഉമ്മനെ വിളിച്ചോണ്ടിരാണ്. 2 പേരും കൂടിയും കുലുക്കുകയാണ്, എണീക്കണില്ല. അപ്പോഴാണ് മരിച്ചു എന്ന് അവർക്ക് തോന്നുന്നത്. അവരോ ആർത്ത് കരയാണ്. അയൽവാസികൾ വരികയാണ്, ഓരോരുത്തർ അഭിപ്രായം പറയാണ്. ഒരു മരിച്ചയാളുടെ ആത്മാവ് ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്നതിനെ പറ്റി ഷംസുദ്ദീൻ മുബാറക്ക എഴുതുന്നു. മലയാള മനോരമയുടെ മലപ്പുറം ബ്യൂറോയുടെ സീനിയർ ചീഫ് എഡിറ്റർ. ചില വായനകൾ പ്രസക്തമാണ്. ആഖിറത്തിനെ കുറിച്ചറിയാൻ, നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്ന്, സമയം കളയുന്നിടത്ത് ശ്രദ്ധ വേണമെന്ന്, പള്ളിയിലേക്ക് എത്തിക്കണമെന്ന്, ഓരോ ദീനീ സംരംഭങ്ങളിലും മക്കളെ മുന്നിൽ തന്നെ നിർത്തണമെന്ന്, SSF പോലെയുള്ള സുന്നി സംഘടനകളിൽ മക്കളെ നിർബന്ധമായും പ്രവർത്തിപ്പിക്കണമെന്ന്. ഒറ്റക്ക് നിന്നാൽ ചെന്നായ പിടിച്ചു, കൂടി ചേരണം അവർ, കൂടിയിരിക്കണം അവർ. എന്നിട്ട് ഇടക്കിടക്ക് ദീനി കാര്യങ്ങൾ സംസാരിക്കണം. മാളൂർത്തിൽ ബദരിയ ചെല്ലണം. ദുആൽ കർബിനെ കുറിച്ച് അവർക്ക് ക്ലാസ് വരണം. അങ്ങനെ ജീവിക്കുമ്പോ എല്ലാവരും നമ്മുടെ മാനിക്കയും നമുക്കും നമ്മുടെ മക്കൾക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണമെന്ന് CM തങ്ങളെ പറയുന്ന വേദിയിൽ, ആണ്ട് കഴിക്കുന്ന വേദിയിൽ, ഉഹദീങ്ങളെ പറഞ്ഞ വേദിയിൽ, മഹാന്മാരാകുന്ന കുറെ സഹാബിവര്യന്മാരുടെ ധീരോദാത്തമായ ജീവിതം വർണ്ണിച്ച വേദിയിൽ, ബിലാൽ ബിൻ റബാഹ തങ്ങൾ ചരിത്രത്തിൽ ഇടം നേടിയതിനെ കുറിച്ച് സംസാരിച്ച വേദിയിൽ, ഹബീബായ റസൂൽ തങ്ങളുടെ കൂട്ടുകാർ സ്വർഗം നേടാൻ വേണ്ടി അവരുടെ ആത്മത്യാഗത്തിന്റെ നിരവധി കഥകൾ പറഞ്ഞ വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട്, രക്ഷിതാക്കളോട്, മക്കളോട്, വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കബൂലാകട്ടെ. അള്ളാഹു നമ്മയും നമ്മളുമായി ബന്ധമുള്ളവരെയും സമ്പൂർണമായി ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിക്കുകയാണ്. കൂറ്റമ്പാറ ഉസ്താദ് വേദിയിൽ പ്രസംഗിക്കും. നാളെ സമീപനം ഇൻഷാ അല്ലാഹ്.
നമ്മളങ്ങനെ ഒരുമിച്ച് കൂട്ടാനും പണ്ട് മുതൽ ഇടക്കാലത്തൊന്ന് ബന്ധം ഞങ്ങൾ വിട്ടുപോയതാണ്. പണ്ട് മുതൽ പല പ്രാവശ്യ വേദിയിലേക്ക് എന്നെ വിളിച്ചു നിർത്തി, ഓരോരുത്തരെയും വിളിച്ച് നിങ്ങളുടെ ഈ നാടിൻ്റെ ഒരു സന്തോഷമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ റഷീദ് ഉസ്താദ്, അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. നമ്മുടെ സ്ത്രീകൾ കുറേ ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് കുറേ രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളവരെ വല്ലാതെ സംരക്ഷിക്കണം, കെയർ ചെയ്യണം. അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കണം. എന്തായാലും കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതരായി സ്ത്രീകൾ ജീവിക്കുന്ന ഇടം. നമ്മുടെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ടീച്ചറമ്മ ഒരു പ്രാവശ്യം നിയമസഭയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കണ്ണൂരിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടെ സ്ത്രീകൾ ജീവിക്കുന്ന സ്ഥലം കേരളത്തിൽ കണ്ണൂരാണ്. ലോകത്ത് മദീന ഷരീഫാണ്. ലോകത്ത് മദീന ഷരീഫ്. എത്ര പെണ്ണുങ്ങൾ വരുന്നുണ്ട്, ലക്ഷക്കണക്കിന് ഡയലി. പക്ഷെ ഇതുവരെ ഒരു സെക്സ് ഹറാസ്മെന്റും ഇല്ല, ഒന്നുമില്ല. ഏറ്റവും പുതിയ കണക്കിൽ പോലും മദീനയാണ് ലോകത്തെ ഏറ്റവും സ്ത്രീ സുരക്ഷിതമായ നാട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്. സൻആ മുതൽ മദീന വരെ ഒരു സ്ത്രീക്ക് ഹിംസ്ര ജന്തുക്കളെ മാത്രം ഭയന്ന് സഞ്ചരിക്കുന്ന, നട്ടപ്പാതിരക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരുമെന്ന് പ്രവചിച്ച മുത്ത് റസൂലിന്റെ നാട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സ്ത്രീകളെ പരിഗണിക്കുക എന്നുള്ളത് അന്തസ്സിന്റെ ഭാഗമാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാണ്. മുന്നോടിയായിട്ട് നമ്മുടെ ഈ പള്ളിയുടെയും നമ്മുടെ ഈ പരിപാടിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറേ ചിലവ് വരും. അതിനുവേണ്ടി എല്ലാവരും ഒരു നല്ല സംഖ്യ ഇവിടെ കൊണ്ടു വരണം. നല്ലൊരു നിയത്ത് വെക്കുക. മരിച്ചോയ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ, നമ്മുടെ മക്കളുടെ സന്തോഷവും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും, അവൻ എന്തെങ്കിലും ഒരു നല്ല നിയത്ത് വെച്ചിട്ട് നല്ലൊരു പൈസയായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് എത്തുക. അത് നമ്മുടെ ഈ പള്ളിക്കും നമ്മുടെ ഈ പരിപാടിക്കൊക്കെ വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. ആരും മുടങ്ങരുത്. അതിനുവേണ്ടി കുറേ ടൈം എടുക്കാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് തീർക്കാൻ വേണം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒന്ന് വേഗം ഒന്ന് ഉദ്ഘാടനം ചെയ്യും. ഇൻഷാ അല്ലാഹ് ഡോക്ടർ വരും. ഇൻഷാ അല്ലാഹ് എണീക്ക്, എല്ലാവരും എണീക്ക്. അൽഹംദുലില്ലാഹ് ഖൈറാവട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാവരും എല്ലാവരും ഇപ്പൊ കഴിയും. വേഗം തുയർന്ന് പിരിയണം നമുക്ക്.